നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ക്രിക്കറ്റ് മത്സരങ്ങൾക്കിടെ ബൗളർമാർ ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ വേണ്ടി ചില കാര്യങ്ങൾ അവരോട് പറയുന്നു. ബോൾ ഡെലിവറി ചെയ്ത ശേഷം അവരെ വഴക്കു പറയുന്നു, അവരെ ചീത്ത വിളിക്കുന്നു, അവർക്ക് അനിഷ്ടമായ ചില പദപ്രയോഗങ്ങൾ നടത്തുന്നു, അവരെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു. ഇതൊക്കെ നടത്തുന്നത് ബാറ്റ്സ്മാൻ്റെ ഒരു കോൺസെൻട്രേഷൻ, അവരുടെ ഒരു ശ്രദ്ധ ഇല്ലാതാക്കാനും അവരെ അങ്ങനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കാനും അല്ലെങ്കിൽ വിക്കറ്റ് വലിച്ചെറിയാൻ പ്രേരിപ്പിക്കാനും ഒക്കെയാണ് ഇത്തരത്തിൽ. കാരണം ബൗളർമാരുടെ ഈ പെരുമാറ്റത്തിൽ പ്രകോപിതനാകുമ്പോൾ തീർച്ചയായും ബാറ്റ്സ്മാൻ്റെ ശ്രദ്ധ നടത്തുന്നു, വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നു. ഇതാണ് അവരുടെ ഉദ്ദേശം. ഇതിനെ സ്ലഡ്ജിങ് എന്നൊക്കെ പേരിട്ട് വിളിക്കാറുണ്ട്. ഇത് മിക്കവാറും ഓസ്ട്രേലിയൻ താരങ്ങളാണ്, ഓസ്ട്രേലിയൻ ബൗളർമാരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുമൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ സച്ചിൻ തെണ്ടുൽക്കർ ഒക്കെ ഇതിനെ ഫലപ്രദമായി നേരിടുക, തിരിച്ച് ബൗളർമാരോട് തട്ടിക്കയറാതിരിക്കുക, പകരം ബാറ്റ് കൊണ്ട് മറുപടി നൽകുക എന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ രീതി ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉയരുകയാണ്. കാരണം ഇന്ത്യക്ക് നേരെ അമേരിക്കൻ പ്രസിഡന്റ് പയറ്റുന്നതും ഇതേ ഒരു രീതിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് 25% അധിക ഇറക്കുമതി തീരുവയും പെനൽറ്റിയും, പ്രത്യേകമായി പെനൽറ്റിയും ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത്. അതായത് ഈ ഇറക്കുമതി തീരുവയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചുമത്തുന്നത് ഇത്തരത്തിൽ ഉള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയല്ല. ഒരു ഫ്രീ മാർക്കറ്റ്, സ്വതന്ത്ര വിപണിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തിനാണ് രാജ്യങ്ങൾ ഇറക്കുമതി കയറ്റുമതി തീരുവകളൊക്കെ വെച്ചിരിക്കുന്നത്, അത് എടുത്തു പ്രയോഗിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ രാജ്യത്തിനകത്തെ ഒരു ഡിമാൻഡും സപ്ലൈയും ഒക്കെ പരിഗണിച്ചാണ്. രാജ്യത്തിനകത്ത് ധാരാളം കിട്ടാനുള്ള വസ്തുക്കളുടെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കും. രാജ്യത്തിനകത്ത് ഒട്ടും കിട്ടാനില്ലാത്ത, രാജ്യത്തിനകത്തേക്ക് വരേണ്ടി ഉള്ള ഉൽപ്പന്നങ്ങൾ, മറ്റു രാജ്യങ്ങളിൽ നിന്നും അകത്തേക്ക് വരണം എന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കും. രാജ്യത്തിനകത്ത് ക്ഷാമം നേരിടുന്ന ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവ വർദ്ധിപ്പിക്കാറുണ്ട്. രാജ്യത്തിനകത്ത് ധാരാളമുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവ കുറയ്ക്കാറുമുണ്ട്. ഇതെല്ലാം സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ വേണ്ടി നടത്തുന്ന ചില ടെക്നിക്കുകളാണ്. പക്ഷേ ചില രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളോട് വിരോധം തീർക്കാനായി ഇത്തരത്തിലുള്ള നികുതികളെ ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായും അന്താരാഷ്ട്ര മര്യാദകൾക്ക് ചേർന്നതല്ല എന്നതാണ് വസ്തുത. പക്ഷേ ഇത് ചെയ്യുന്നത് അമേരിക്ക ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം ആർക്കും തന്നെ ഇല്ല. പക്ഷേ അമേരിക്കയെ എങ്ങനെ നേരിടണം എന്ന് രാജ്യങ്ങൾ രഹസ്യമായി തന്നെ കൂടിയാലോചിക്കുന്നുണ്ടാവണം എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ ഈ തീരുവ പ്രഖ്യാപനത്തിനെതിരെ തിരിച്ച് വലിയൊരു തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ആദ്യപടിയായി തന്നെ F-35 വിമാനങ്ങൾ വാങ്ങാനുള്ള ഒരു തീരുമാനത്തിൽ നിന്നും ഇന്ത്യ പിന്മാറിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തതാണ്, ഞങ്ങളുടെ നല്ല നല്ല യുദ്ധവിമാനങ്ങളുണ്ട്, F-35 യുദ്ധവിമാനങ്ങൾ നിങ്ങൾ വാങ്ങണം, അത് പരിഗണിക്കാമെന്നൊക്കെ നരേന്ദ്രമോദി പറയുകയും അത് പരിഗണിക്കുന്നതിനെക്കുറിച്ച് അത് വാങ്ങുന്നതിനെക്കുറിച്ച് രാജ്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. പക്ഷേ ഈ തീരുവ പ്രഖ്യാപനം വന്നതോടുകൂടി അത് വാങ്ങുന്നില്ല എന്ന തീരുമാനം ഈ ഇന്ത്യ എടുത്തു കഴിഞ്ഞു. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികൾക്ക് വഴങ്ങുന്ന പ്രശ്നമില്ല എന്ന ആദ്യ സന്ദേശം ഇന്ത്യ നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും പ്രതിരോധ ഉൽപ്പന്നങ്ങൾ, ആ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ എന്നത് ഇന്ത്യ അതിൽ സ്വയം പര്യാപ്തത നേടാനായി ശ്രമിക്കുകയാണ്. മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ ഈ യുദ്ധോപകരണങ്ങളും മിസൈലുകളും വിമാനങ്ങളുമെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. ആ സമയത്ത് ഇത്തരമൊരു വിമാന ഇടപാട്, അതും വളരെ ചെലവേറിയ ഒരു വിമാന ഇടപാട് നടത്തുന്നില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റു മേഖലകളിലെല്ലാം, സഹകരിക്കാവുന്ന മേഖലകളിലെല്ലാം സഹകരിക്കാൻ ഇന്ത്യ തയ്യാറുമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രകൃതിവാതകം അമേരിക്കയിൽ നിന്ന് വാങ്ങാം, ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാം, സ്വർണം അമേരിക്കയിൽ നിന്ന് വാങ്ങാം എന്നൊക്കെ ഇന്ത്യ പറയുമ്പോഴും അതൊന്നും ട്രംപിന് സ്വീകാര്യമല്ല. ഇന്ത്യ എണ്ണ വാങ്ങരുത് റഷ്യയിൽ നിന്നും, ഇന്ത്യ ഈ അമേരിക്കയിൽ നിന്നും യുദ്ധ ഉപകരണങ്ങൾ വാങ്ങണം, റഷ്യയിൽ നിന്നുള്ള വാങ്ങൽ നിർത്തണം, ഇന്ത്യയുടെ കാർഷിക വിപണി അത് അമേരിക്കയ്ക്കായി തുറന്നു തരണം, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയ താല്പര്യങ്ങൾ, ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാദങ്ങളാണ്. അങ്ങനെ ഒരു ഇടിച്ചുകയറ്റമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ വഴിമുട്ടിപ്പോയത്. കഴിഞ്ഞ ദിവസം ഡെഡ് എക്കോണമി എന്നാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ട്രംപ് വിളിച്ചത്. അതിലും കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 11 വർഷമായി വളർച്ചയുടെ പാതയിലാണ് ഇന്ത്യൻ ഇക്കോണമി. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ അടുത്ത രാജ്യമായി വരാൻ പോകുന്ന, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ GDPയുടെ വലിപ്പം നോക്കിയാൽ അടുത്ത രാജ്യമായി വരാൻ പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇക്കോണമിയെ നോക്കിയാണ് ഡെഡ് ഇക്കോണമി എന്ന് ട്രംപ് വിളിക്കുന്നത്. ട്രംപിൻ്റെ വിളിയൊക്കെ കൊള്ളാം, പക്ഷേ അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ്
തിരിച്ചടിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നത് അമേരിക്കയുടെ പ്രസ്താവനയിലാണ്. പക്ഷേ ഇന്ത്യ അതിന് ശക്തമായ തിരിച്ചടി നൽകി കഴിഞ്ഞു. എന്തായാലും ഇന്ത്യ അമേരിക്ക ബന്ധം വളരെയധികം വഷളായ ഒരു സമയത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് വ്യക്തമാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും വ്യാപാര യുദ്ധം കടുക്കുകയാണ്. ഇന്ത്യയെ വ്യാപാര യുദ്ധരംഗത്ത് നമ്പർ 1 ശത്രുവായി ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ട്രംപിൻ്റെ ഈ തീരുവ യുദ്ധത്തിനെതിരെ കൂടുതൽ രാജ്യങ്ങൾ അണിനിരക്കാനാണ് സാധ്യത. അമേരിക്കയ്ക്കെതിരെ ഒരു ആഗോള കൂട്ടായ്മ, രാജ്യങ്ങളുടെ ആഗോള കൂട്ടായ്മ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ഇന്ത്യ ഏതു വഴിക്കാണ് ചിന്തിക്കുന്നത് എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയുമാണ് അമേരിക്ക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.